വായല്ല അവന്നെ ഇതെന്താ കയ്യുമ്മക്ക് ഒരു കെട്ട്. എന്റെ ദൈവമേ, പുതിയ കുരിശും കൊണ്ടുള്ള വന്നെ. അയ്യോ, ഇതെന്ത് ഇങ്ങനെ, എന്ത് കോലത്? മൂക്കമൊക്കെ എന്നിട്ട് ചുമന്നിരിക്കണേ. ഇതെന്ത് കയ്യക്ക് പറ്റിയേ? കാരണമായത് ബെസ്റ്റ്. അടുത്ത കുരിശും കൂടി ഇനി വെച്ചോ നെഞ്ചത്തേക്ക്. നീ ഇവിടുന്ന് പോയിട്ട് എത്ര ദിവസമായി? 2 ദിവസമായില്ലേ? പിന്നെ ഞാൻ കാരണമാവണം എങ്ങനെ? നീ പന്നീരെ കൂട്ടുകാരുടെ മുക്കറിടാണ്ടേ കാര്യം പറഞ്ഞേ. എന്തൊരു സംഭവം? കാരണനെ ചേച്ചികളെ പറഞ്ഞത് സ്കൂട്ടി പഠിക്കേണ്ടത്. നീ ഇങ്ങനെ പുള്ളെല്ലാം പറിച്ചിട്ട് നടന്നാൽ മതി, നാടൻ പണിയെടുത്തിട്ട് നടന്നാൽ മതി. നീ ചേച്ചി പറഞ്ഞു. ഞാനീട്ട് ദേഷ്യം വന്നിട്ട് പഠിക്കാൻ പോയത് വണ്ടി. എനിക്ക് വാശി വന്നു. അയ്യോ, എന്നിട്ട് ഞാൻ പശുവിന്റെ വണ്ടി എടുത്തു പോയി. പശുവിന്റെ വണ്ടിയാ? പശുവിന്റെ വണ്ടിയല്ല ചേച്ചി, ബസ്സുവിന്റെ. എന്റെ ഫ്രണ്ട് പശുവിന്റെ. ഇങ്ങനെ പറയും. ബസ്സുവിന്റെ വണ്ടി. ബസ്സു. എന്നിട്ട് അത് പിന്നെ ഞാനത് എടുത്തിട്ട് പോയി. ഞാൻ പഠിച്ചിട്ട് പറഞ്ഞത് തന്നവൻ വണ്ടി. ഞാൻ പഠിച്ച് പോയിട്ട് അവർ ബസ്സിന് പോയി ഷൈഡാക്കിയിട്ട് ബസ്സിൻ്റെ അടുത്തേ പോയി. വണ്ടിയുടെ പോയി വീട്ടിൻ്റെ സൈഡിൽ മതിലിടിച്ചു. അപ്പുറം വീണു. അപ്പുറം ഒരു പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ടായി. അതടിച്ച് എന്റെ ഭായി. അപ്പൊ വണ്ടി വന്ന് വീണിട്ട് കൈ ഒടിച്ചതല്ലേ? നീ ആ കുളിക്കണ പെണ്ണിന്റെ മേലെ കൂടി പോയി വീണിട്ടുണ്ടാവും. അവര് തല്ലൊടിച്ചതാണ്. അവള് ഇത് എന്നെ കണ്ടിട്ടില്ല, സ്കൂട്ടർ കണ്ടിട്ടില്ല. ഞാനവിടെ വീണു, അവളെ മേത്ത് വീണു. അപ്പൊ അവര് സ്കൂട്ടർ കണ്ടിട്ടില്ല. അവര് വിചാരിച്ചാണ് മതിലിൽ കയറിയിട്ട് തുള്ളിയത്. എന്നെ നല്ലോണം തച്ചാവ. ഹസ്ബൻഡോ ആംഗ്ലമാരും അമ്മ എല്ലാരും ചുട്ടു വന്നിട്ട് അവർ കൂക്കി വിളിച്ചു, എന്നെ തച്ചു. എനിക്ക് പോലീസ് കേസാക്കിയിട്ടുണ്ട്. കറിയല്ലേ? നിനക്കറിയല്ലേ ബായി? അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സത്യം പറ, നീ ആ പെണ്ണ കുളിസിങ് കാണാൻ വേണ്ടി മതില് ചാടിയതാണോ? ഓക്കെ. പോലീസ് കേസ് ഞാൻ വിളിച്ച് ശരിയാക്കിക്കോളാം. ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ വിളിച്ച് ശരിയാക്കിക്കോളാം. ഈ 2 വീലർമെന്ന് ചെന്ന് വീണതിൻ്റെ ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ അല്ലേ? 2 വീലർ ചെന്ന് ഇടിച്ചതിൻ്റെ ഒക്കെ ഇത് അവിടെ വണ്ടി അതിൽ കണ്ടിട്ടുണ്ടാവില്ലോ? അവിടെ ഇതുപോലെ CCTV ഉണ്ട് മോളിൽ. അപ്പോൾ കുഴപ്പമില്ല. അപ്പം എന്തായാലും ഞാൻ സ്റ്റേഷനിൽ വിളിച്ചാൽ സംസാരിച്ചോളാം. CC ക്യാമറയിൽ നീ മതിലുമേൽ ഇരിക്കുന്നതുണ്ടല്ലോ. അപ്പം നമുക്ക് ആ ക്യാമറയിൽ പതിഞ്ഞത് കാണിച്ചു കൊടുക്കാം. നീ മതിലുമേന്ന് ഇടിച്ചിട്ടാണ് തെറിച്ച് അപ്പുറത്ത് കുളിമുറിയിലേക്ക് വീണെന്നുള്ളത്. മതിയില്ലേ? എന്റെ മൊബൈൽ ഫോൺ അവിടെ അവളെ മേടിച്ചു വെച്ച്. അതെന്തിനാ? വെള്ളത്തിൽ വീണിട്ടുണ്ടായി. അത് എന്റെ വൈഫ് സതി വിളിച്ചാ പറഞ്ഞു. അവളെല്ലാം പറഞ്ഞു കൊടുക്കും വൈഫിന്റെ അടുത്ത്. വേറെ പറഞ്ഞു കൊടുക്കും. മതിലിൽ തൊള്ളിയിൽ വന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു കൊടുക്കും. അതിപ്പോ വൈഫ് പറഞ്ഞ പ്രശ്നമാവൂല ബായി. ഇനിയിപ്പോ ബംഗാളിലേക്ക് പോകേണ്ടി വരുമെന്ന് തോന്നണില്ല. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ അവര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു നിഗമനം.
എന്ത് ചെയ്യൂപ്പ? അയ്യോ ചേച്ചി, അപ്പൊ അതറിഞ്ഞെങ്കില് അവള് എന്തെല്ലാം ചെയ്യാറ് എന്ന് വിചാരിക്കും. ഞാൻ അവളടുത്ത് പോയിന്ന് വിചാരിക്കും. ഓ, പിന്നെ അവള് പോവും, കുഞ്ഞി പോവും. വീട്ടുകാരെല്ലാം എൻ്റെ അടുത്ത് ഫ്രഷ്നാക്കും. നിങ്ങൾ അത് വാങ്ങിത്തരുമോ? ഓ, ഇനിയിപ്പോൾ അതും ഞാൻ വാങ്ങിച്ചു തന്നെ ഫോണ്. ഇനിയിപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഇനി എനിക്ക് തല്ലിട്ടോ. എന്തായാലും നീ കരയണ്ട. നീ ഞാൻ നോക്കട്ടെ, ഒന്ന് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. എന്നിട്ട് ഞാനത് വീട്ടുകാരും നോക്കി സംസാരിച്ചിട്ട് ഫോൺ വാങ്ങിച്ചെടുക്കാൻ നമുക്ക് നോക്കാം. നീ ഇനി കരഞ്ഞ് ഇനി ഇല്ലാത്ത അസുഖമൊന്നും വരുത്താൻ നിൽക്കണ്ട. എന്തായാലും പറ്റിയത് പറ്റി. ഇനി വണ്ടി ഓടിക്കാൻ പഠിക്കാൻ താല്പര്യം ഉണ്ടോ? അതൊക്കെ പഠിക്കണ്ട. പിന്നെ ഈ കൈയിൻ്റെ അതെല്ലാം കുറച്ച് സൈഡിയായിട്ട് പഠിക്കാമല്ലോ ചേച്ചി. വണ്ടി നല്ല സുഖമായിട്ട് എന്നിട്ട് പഠിക്കട്ടോ. ഇത്രേ പറഞ്ഞു, 10 ദിവസം കഴിഞ്ഞാൽ ശരിയാവും പറഞ്ഞു. അമ്പട ജിഞ്ചിൻ ചാക്കിടി. അപ്പൊ ഇതൊക്കെ മാറിയിട്ട് വീണ്ടും പഠിക്കണമെന്നുണ്ടല്ലേ? ഈ ആളുകൊള്ളാലോ ബായി. എന്നിട്ട് വേണം ഇനി വേറെ ഇതിലും മതില് ചാടി വേറെ വല്ല പെണ്ണുങ്ങളുടെ മേക്കെട്ട് എന്ന് വീണ് ഇനി ആ കേസ് കൂടി ഞാൻ തീർത്തരാനായിട്ട്. എൻ്റെ പൊന്നു ബായി, നീ വണ്ടി ഓടിക്കാണ്ടിരിക്കുക ഭേദം. നിനക്ക് ഞാൻ പറഞ്ഞു 3 ചക്രമുള്ള വണ്ടി വാങ്ങിച്ചു തരാന്ന്. അതാവുമ്പോൾ പിന്നെ എവിടെയും കൊണ്ട് കയറ്റത്തൊന്നുമില്ലല്ലോ നീ. ഈ ആള് കൊള്ളാം. എന്തായാലും അസുഖമൊക്കെ മാറട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം വണ്ടി ഓടിക്കാൻ പഠിക്കണോ വേണ്ടെന്നുള്ളത്. മനസ്സിലായ? വാ, നല്ല വെള്ളം ചായതിന് തരവാ. അതല്ല ഈ മൂക്കുമലത്തി ചുമന്ന പാട് നല്ല രസമുണ്ട് ബായി കാണാനായിട്ട് കേട്ടാ. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ കളിയാക്ക്. വണ്ടി ഞാൻ ഓടിക്കും, നോക്കിക്ക ചേച്ചി. ഇങ്ങനെ നല്ല വാങ്ങൽ തന്നെ ഓടിക്കും. എന്റെ പൊന്നു ഭായി, ഞാൻ കളിയാക്കിയതല്ല. സത്യത്തിൽ കാണുമ്പോ ചിരി വരുന്നുണ്ട്, ഇപ്പൊ വിഷമം തോന്നുന്നുണ്ട്. ബായിക്കൊരു കാര്യം പറയാ, എന്തായാലും ബായിനെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചിരിക്കും. ബായിയുടെ വണ്ടിയുടെ ബാക്കിലിരുന്ന് നമ്മൾ ഈ മാളയിലൊക്കെ കറങ്ങും. പോരെ? മതി ചേച്ചി. ചേച്ചി തന്നെ നമ്മുടെ ചേച്ചി തന്നെ നല്ല കാര്യം. ചേച്ചി നമ്മള് ചേച്ചി തന്നെ മാത്രം മതി. വലിയ ചേച്ചി വിളിയൊന്നും വേണ്ട. എന്നെ എപ്പോഴും നീ കുറ്റം പറയാറ പതിവ്. എന്നാ വാ, ചായ കുടിക്ക. വായോ, വാ. Subscribe now your funniest YouTube channel Archangel.